ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. ഒരു മാസത്തോളമാകുന്ന ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതോടെ ശേഷിക്കുന്നത് 8 മത്സരങ്ങൾ മാത്രം. 4 ക്വാർട്ടർ ഫൈനൽ മത്സരവും 2 സെമി ഫൈനലും 1 ഫൈനലുമാണ് ഇനി നടക്കാനുള്ളത്. ഇതിനൊപ്പം 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരവും നടക്കും. ഇനിയുള്ള 3 മത്സരങ്ങൾ ജയിക്കുന്ന ടീം ലോക കിരീടം നേടും. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യനാകുക? ഇതുവരെ ലോകകപ്പ് നേടാത്ത ഒരു പുതിയ ചാമ്പ്യൻ ഉണ്ടാകുമോ? ഫ്രാൻസ് മൊറോക്കോ പോരാട്ടം. ഇന്ന് രാത്രി നടക്കുന്ന ഈ മത്സരത്തോടെയാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക. 2 തവണ ജേതാക്കളായിട്ടുള്ള ഫ്രാൻസ് മികച്ച ഫോമിലാണ്. എംബാപ്പയുടെ ചിറകിലേറി തുടർച്ചയായ 3ാം ഫൈനലാണ് ഫ്രാൻസ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. അതേസമയം വിസ്മയങ്ങൾ കാട്ടാൻ ശേഷിയുള്ളവരാണ് മൊറോക്കോ എന്ന കാര്യം കഴിഞ്ഞ തവണ അവർ തെളിയിച്ചതാണ്. തങ്ങളുടേതായ ദിവസം ഏത് വമ്പനെയും വീഴ്ത്താൻ മൊറോക്കോയ്ക്ക് സാധിക്കും. സ്പെയിൻ ബെൽജിയം പോരാട്ടം. ലോകകപ്പിലെ ഏറ്റവും ആവേശമുള്ള പോരാട്ടമായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2010 സ്പെയിൻ ഒരേയൊരു തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഈ മത്സരത്തിൽ സ്പെയിന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും ആതിഥേയരായ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കി വരുന്ന ബെൽജിയം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇരു ടീമുകളും ആക്രമണാത്മക ഫുട്ബോൾ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ കാണികൾക്ക് അതൊരു വിരുന്നായിരിക്കും. നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. ലോകകപ്പിലെ ഈ ക്വാർട്ടർ മത്സരം മറ്റൊരു ആവേശ പോരാട്ടമായിരിക്കും. ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ഫോർവേഡുകളായ ഹാരി കെയ്നും എർലിംഗ് ഹാലൻഡും നേർക്കുനേർ വരുന്നുവെന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. ബ്രസീൽ എന്ന അതികായനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ നോർവേയുടെ അടുത്ത ലക്ഷ്യം ഇംഗ്ലണ്ടാണ്. എന്നാൽ കളിയുടെ എല്ലാ മേഖലയിലുമുള്ള മികവിലൂടെ നോർവേയെ പരാജയപ്പെടുത്താമെന്നാണ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നത്. 1966 ഏക കിരീട വിജയമാണ് ഇംഗ്ലണ്ടിന് ലോകകപ്പിൽ പറയാനുള്ള പാരമ്പര്യം. അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. 2 കടുത്ത ആഫ്രിക്കൻ വെല്ലുവിളികൾ അതിജീവിച്ചാണ് നിലവിലെ ജേതാക്കളായ അർജന്റീന അവസാന 8-ൽ ഇടം പിടിച്ചത്. കേപ്പ് വെർദെയും ഈജിപ്തും മെസ്സിപ്പടയ്ക്കെതിരെ ഉയർത്തിയ വെല്ലുവിളി ചില്ലറയല്ല. കടുത്ത പ്രതിരോധമുയർത്തിയാണ് ഇരു ടീമുകളും ചാമ്പ്യന്മാരെ വെള്ളം കുടിപ്പിച്ചത്. 3 തവണ കിരീടം നേടിയിട്ടുള്ള അർജന്റീന 4ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. അതുവഴി ജർമ്മനിക്കും ഇറ്റലിക്കുമൊപ്പം എത്തുകയാണ് മെസ്സിയും കൂട്ടരും ആഗ്രഹിക്കുന്നത്. ക്വാർട്ടറിലെ എതിരാളിയായ സ്വിറ്റ്സർലാൻഡും പരമ്പരാഗതമായി യൂറോപ്പിലെ പുകൾപെറ്റ പ്രതിരോധ നിരയാണെന്നത് അർജന്റീനയുടെ ഉറക്കം കെടുത്തും. അട്ടിമറികൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഫ്രാൻസ് സ്പെയിൻ അർജന്റീന ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തിനാകും സാധ്യത കൂടുതൽ. ഇങ്ങനെ തന്നെയാണ് സെമി പോരാട്ടമെങ്കിൽ പ്രവചനാതീതമായിരിക്കും ഈ മത്സരങ്ങൾ. എന്നാൽ മൊറോക്കോ, ബെൽജിയം, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവരിൽ ഏതെങ്കിലും ടീമുകൾ വമ്പന്മാരെ അട്ടിമറിച്ച് സെമിയിലെത്തിയാൽ ലോകകപ്പിന്റെ ചിത്രം മാറും, കളി മാറും. ഇതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ടീം മൊറോക്കോയാണ്. ഫ്രാൻസിനെ ക്വാർട്ടറിൽ വീഴ്ത്തിയാൽ മൊറോക്കോയ്ക്ക് കിരീട സാധ്യത വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ ഈ ലോകകപ്പിൽ ഒരു പുതിയ ചാമ്പ്യൻ ആഫ്രിക്കയിൽ നിന്ന് ഉദിച്ചുയരും.